അട്ടപ്പാടി അഗളി ഗ്രാമപഞ്ചായത്തിൽ LDFന് വൈസ് പ്രസിഡന്റ് സ്ഥാനം നഷ്ടമായി. അവിശ്വാസ പ്രമേയം പാസായി. 21 മെമ്പർമാരുള്ള അഗളി പഞ്ചായത്തിൽ UDFനാണ് പ്രസിഡന്റ് സ്ഥാനം. UDFന് 10ഉം LDFന് 9ഉം 2 BJP മെമ്പർമാരുമാണുള്ളത്. നേരത്തെ ഒരാൾ UDFൽ നിന്നും കൂറുമാറിയതിനെ തുടർന്ന് LDFന് ഭരണം ലഭിക്കുകയും വൈസ് പ്രസിഡന്റ് സ്ഥാനം ലഭിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ 3 ദിവസമാണ് ആ ഭരണസമിതി നിലനിന്നിരുന്നത്. കൂറുമാറിയ മഞ്ജു UDFലേക്ക് തിരിച്ചുവരികയും LDFന് ഭരണം നഷ്ടമാവുകയും ചെയ്തിരുന്നു. തുടർന്ന് 6 മാസം കഴിഞ്ഞതോടെ UDF അവിശ്വാസ പ്രമേയം കൊണ്ടുവരികയും പാസ്സാവുകയും ചെയ്തു. ഇന്നത്തെ അവിശ്വാസ പ്രമേയത്തിൽ LDF വിട്ടുനിൽക്കുകയും 2 BJP മെമ്പർമാർ UDFന് വോട്ട് ചെയ്യുകയും ചെയ്തു. ഇതോടെ വൈസ് പ്രസിഡന്റ് സ്ഥാനം UDFന് കിട്ടുകയായിരുന്നു. അഗളി പഞ്ചായത്തിലെ കോൺഗ്രസ് LDF വൈസ് പ്രസിഡന്റിനെതിരെ അവിശ്വാസ പ്രമേയം എടുത്തിരുന്നു. ഞങ്ങൾ LDF തീരുമാനിച്ചു ഇതിൽ പങ്കെടുക്കേണ്ട കാര്യമില്ലെന്ന്. LDFന്റെ 9 മെമ്പർമാരും അതിൽ പങ്കെടുത്തില്ല. എന്നാൽ കോൺഗ്രസും BJPയുമായിട്ടുള്ള ഡീല് എല്ലാ രീതിയിലും മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. LDFന്റെ വൈസ് പ്രസിഡന്റിനെ പുറത്താക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് കൊടുന്ന അവിശ്വാസ പ്രമേയത്തിന് BJPയുടെ ആളുകളെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് ആ അവിശ്വാസ പ്രമേയം ഇന്ന് പാസ്സായിരിക്കുന്നത്. ഇത് തുടക്കം മുതൽ അഗളി പഞ്ചായത്തിലും LDFും LDFനെതിരെ കോൺഗ്രസ് BJP ഡീല് ഉണ്ട് എന്നുള്ളതിന് നല്ല ഒരു തെളിവാണ്. ഇതിനെ എതിർക്കേണ്ടത് ഈ നാട്ടിലെ ജനങ്ങളാണ്. വർഗീയവാദികളെ കൂട്ടുപിടിച്ചുകൊണ്ട് കോൺഗ്രസ് നടത്തുന്ന എല്ലാ പരിപാടികൾക്കും ഇവിടെ അഗളി പഞ്ചായത്തിലെ ഭരണസമിതി ഇപ്പോൾ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ LDF മെമ്പർമാരോടും അതേപോലെ LDF നേതാക്കളോടും കാണിക്കുന്ന അവഗണനയും കോൺഗ്രസിനോട് കാണിക്കുന്ന അവരുടെ അനുകൂലമായ കാര്യങ്ങളുമൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് ഇതിനെ ചെറുത്തു തോൽപ്പിക്കേണ്ടതും LDF ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അഗളി ഗ്രാമപഞ്ചായത്തിലെ ഭരണാധികാരികൾക്കെതിരെ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്നാണ് LDFന്റെ പേരിൽ ഇപ്പോൾ അറിയിക്കാനുള്ളത്. UDFും BJPയും തമ്മിലുള്ള ഒത്തുകളിയാണ് പഞ്ചായത്തിൽ നടത്തിവരുന്നതെന്നും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്നുമാണ് LDF പറയുന്നത്. വരും നാളുകളിൽ ഇവരുടെ തെറ്റായ നയങ്ങൾക്കെതിരെ ഇടതുപക്ഷം ശക്തമായ സമരപോരാട്ടങ്ങൾ സംഘടിപ്പിക്കും. ഈ നല്ല രീതിയിലുള്ള ഭരണം ഇവർ കാഴ്ചവെക്കാനല്ല ഇവരുടെ ലക്ഷ്യമെന്നാണ് ഇതിലൂടെ മനസ്സിലാക്കുന്നത്. അതിലുണ്ടാകുന്ന തെറ്റുകൾക്കെതിരെ ശക്തമായ രീതിയിൽ തന്നെ ഇടതുപക്ഷം പോരാടും എന്നാണ് ഈ വേളയിൽ പറയാനുള്ളത്. UTV ന്യൂസ്, പാലക്കാട്.